എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഇന്ദു ആർ നായരുടെ നിരഞ്ജനം എന്ന പുസ്തകത്തെക്കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കുന്നതിനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. 33 കവിതകളുള്ള ഈ പുസ്തകം പ്രസാധനം ചെയ്തിരിക്കുന്നത് പുസ്തകപ്പുരയാണ്. ഡോക്ടർ ഇന്ദു അമൃത ഹോസ്പിറ്റലിലെ പാത്തോളജി വിഭാഗം പ്രൊഫസറാണ്. ഈ കവിതയുടെ ലോകത്ത് ആദ്യമായി ഇറങ്ങിയ ഇന്ദുവിന് ആദ്യമായി ഞാൻ ഒരു ആശംസകൾ നേരട്ടെ. ആദ്യത്തെ പുസ്തകമാണ്. ഈ കവിതയുടെ ലോകത്തേക്ക് കാലെടുത്ത് വെച്ച് ആദ്യമായി മൂകാംബി ദേവിക്ക് ദക്ഷിണ പോലെ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുകയാണ്. വളരെ ധന്യമായ ചില നിമിഷങ്ങൾ തന്നെയാണത്. ആദ്യം 33 കവിതകളുള്ള ആദ്യത്തെ കവിതകൾ അമ്മയെക്കുറിച്ച്, പിന്നെ ജന്മങ്ങൾ എത്രയോ, കവിയത്രി പറയാണ്, ജന്മങ്ങൾ എത്രയോ താണ്ടി ഈ വനവീഥിയിലെത്തി. അതെ, കവിയത്രി ഈ കവിതയുടെ ലോകത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യം വനവീഥിയിലെത്തിയതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. ഈ കവിത ഭൂപടത്തിൽ ഒരു വലിയൊരു വടവൃക്ഷമായി തീരാൻ എന്തുകൊണ്ടും ഈ കവിതകളിലൂടെ നോക്കിയാൽ നമുക്ക് കവിയത്രിക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാഴ്ചപ്പാടുകൾ. ചില കവിതകളിലെ ചില വരികളെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർക്കത്തക്ക വിധത്തിലുള്ള ചില വരികളാണ്. ഈ കാഴ്ചയിൽ ഞാൻ ഭ്രമിച്ചുപോയി, അഴിഞ്ഞൊരൻ ചുരുൾമുടിയിൽ മയൂരപിഞ്ചത്തുതി ചേർന്ന പൊള്ളി വരളുന്നു എന്ന് കവിയത്രി പാടുമ്പോൾ നമ്മളുടെ എല്ലാം ഹൃദയത്തിൽ ആ കവിതാബിംബങ്ങളെക്കുറിച്ച് നമ്മൾ മറന്നു പോകാൻ സാധ്യമല്ല. കാരണം വീണ്ടും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ തത്തിക്കളിക്കുന്ന ചില കവിതാബിംബങ്ങൾ തന്നെയാണ് ഈ കവയിത്രിയുടെ പല കവിതകളിലും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ കവിതകൾ ഓരോ കവിതകൾക്കും വ്യത്യസ്തമായ ഭാവങ്ങളാണ്. വ്യത്യസ്തമായ ഭാവങ്ങളും വളരെ ചില ഇടങ്ങളിൽ മാത്രം ചില ചടുലമായ ചില ബിംബങ്ങളെ കാണുമ്പോഴും അടുത്ത ഒന്ന് കാണുമ്പോൾ ഒരു വിശാലമായ വഴിത്താര, കവിതയുടെ തന്നെ ചില വിശാലമായ വഴിത്താരകളിലേക്ക് ഇറങ്ങിയതായിട്ട് തന്നെ നമുക്ക് തോന്നും. അതാണ് കവിതയുടെ ഒരു മാസ്മരിക ഭാവം എന്നുള്ളത് പറയാം. അക്ഷരങ്ങളെ കുറിച്ച് തന്നെ കവിയത്രി പറയുകയാണ്. അക്ഷരം മകളാകുന്നു, അക്ഷരം കുടയാകുന്നു, അക്ഷരം മകനാകുന്നു, അക്ഷരം മഴയാകുന്നു, അക്ഷരം വിളക്കാകുന്നു. കണ്ട, അതിന്റെ ആ യാത്ര കണ്ടില്ലേ? ആദ്യം ആ അക്ഷരം മകളായിട്ടാണ് കവിയത്രി സ്വീകരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അതിനെ കുടയാക്കുകയാണ്. ഏത് കൊടുങ്കാറ്റിലും എവിടെയും രക്ഷ നൽകുന്ന ഒരു അക്ഷരം തന്നെയാണ് നമുക്ക് രക്ഷ തരുന്നത് എന്നുള്ളൊരു വലിയ കുട നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ് കവിയത്രി അക്ഷരങ്ങളെ. അതെ, വീണ്ടും കവിയത്രി തന്റെ മകനായിട്ടാണ് അക്ഷരങ്ങളെ കാണുന്നത്. കൂടാതെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കവിയത്രി അക്ഷരങ്ങൾ നനഞ്ഞു കുതിരുകയാണ്. ആ മഴയിൽ കുതിരുന്ന ആ അക്ഷരങ്ങൾ, ആ ശുദ്ധി വരുത്തിയതിന് ശേഷം അക്ഷരങ്ങളെ ഒരു വിളക്കായി കാണുന്ന കവിയത്രി. ആ ഒരു വിളക്ക് എന്ന് പറയുന്ന എല്ലാ ഐശ്വര്യ ദീപങ്ങളും കത്തി ഉജ്ജ്വലമായി പ്രശോഭിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അക്ഷരങ്ങളിലേക്ക് അവസാനിപ്പിക്കുന്നത്. ശരി, അത് തന്നെയല്ലേ ശരി. അതിന്റെ പിന്നീട് ആ കവിത 33 കവിതയുടെ അവസാന ഭാഗത്ത് ഒരു നന്ദി എന്ന് പറയുന്നത്, ആ കരിയില വഴിയിൽ ഞാൻ തനിയെ നിൽക്കുമ്പോൾ ദൂരമൊട്ട് താണ്ടുവാൻ ഇനിയുമുണ്ടെനിക്ക് എന്ന് പറഞ്ഞ് ആ കവിത അവസാനിപ്പിക്കുമ്പോൾ എത്ര മനോഹരമായ കവിതകളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. വലിയൊരു സ്വപ്ന സഞ്ചാരം പോലെയാണ് കവിയത്രിയുടെ ഈ കവിതായാത്രകൾ.